നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചും ഫുട്ബോൾ ന്യൂസുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. AFC കപ്പിൽ ഇന്നലെ ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു. ഖത്തറിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. എതിരാളികൾ വമ്പന്മാരായ ഓസ്ട്രേലിയ തന്നെയായിരുന്നു. എന്തായാലും ഓസ്ട്രേലിയ 25-ാം സ്ഥാനത്താണ് റാങ്ക് ടേബിളിൽ. എന്നാൽ ഇന്ത്യയാകട്ടെ 102-ാം സ്ഥാനത്തുമാണ്. എന്തായാലും ഇന്ത്യയുടെ മികച്ച പ്രകടനം തന്നെ ഇന്നലെ കളി തോറ്റെങ്കിൽ പോലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഓസ്ട്രേലിയനെ പോലെയുള്ള ഒരു വമ്പൻ ടീമിനെ ഇന്ത്യൻ ടീം പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം ഇപ്പോൾ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും ഇന്നലത്തെ മത്സരം കണ്ടവരാണ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇന്ത്യയുടെ പ്രകടനത്തെപ്പറ്റി. എന്തായാലും 2 ഗോളുകൾക്കാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീം തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആശംസിക്കാം. അതേപോലെ തന്നെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ മത്സരത്തിന് ഇറങ്ങുക തന്നെയാണ്. എന്തായാലും മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സും താരങ്ങളും മികച്ച ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ മത്സരം സൂപ്പർ കപ്പിൽ ഷില്ലോങ് ലെജോങ്ങിനെതിരെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ആ മത്സരത്തിൽ 3-1 എന്ന നിലയിൽ വമ്പൻ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ പെപ്രയുടെ വക ഇരട്ട ഗോളുകളും അതേപോലെ തന്നെ ഐമൻ്റെ വക മറ്റൊരു ഗോളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ISLലെ പ്രധാന ടീമായ ജംഷഡ്പൂർ എഫ്സിക്കെതിരെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് മത്സരം കടുക്കുമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ്സി ഇറങ്ങുമ്പോൾ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സൈൻ ചെയ്ത പുതിയ വിദേശ താരമായിരുന്നു ജോഷുവ. എന്നാൽ ജോഷുവയ്ക്ക് ISL മത്സരങ്ങൾ കളിക്കുന്നതിന് മുമ്പ് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇനി ജോഷുവയ്ക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് 100% ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജോഷുവയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ ഇപ്പോൾ റദ്ദാക്കിയ വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജോഷുവയ്ക്ക് ഇനി ഒരു ഇന്ത്യൻ ക്ലബിൽ മെയ് 31, 2025 വരെ കളിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ തുക കെട്ടിവെക്കേണ്ടി വരും. എന്തായാലും കണ്ടു തന്നെ ഇരിക്കാം.